ലൈഫ് ഉണ്ടല്ലോ, അതായത് നമ്മൾ കല്യാണം കഴിക്കുന്നതിന് മുന്നേ പ്രണയിച്ച് നടക്കുന്ന ലൈഫും കല്യാണം കഴിക്കുന്ന ടൈമിലുള്ള ലൈഫും രണ്ടും രണ്ടാണ്. റിയാലിറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും പടത്തിൽ പറയുന്നത്. നല്ല പടമാണ്, കണ്ടിരിക്കാൻ പറ്റിയ പടമാണ്. മെസ്സേജ് അതൊരു ത്രില്ല് പോവില്ലേ, പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊള്ളാം. ഫാമിലി കുഴപ്പമില്ല, കണ്ടിരിക്കാൻ പറ്റിയ ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. സൗബിനും അവരെയൊക്കെ നല്ല അഭിനയമാണ്, കുഴപ്പമില്ല, നല്ല ആവറേജ് ഒരു പടമാണ്, നമുക്ക് വൺ ടൈം കണ്ടിരിക്കാം, ഒരു ഫാമിലി പടം. പിന്നെ നമിത പ്രമോദ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, അതായത് എനിക്ക് തോന്നുന്നു ഒരു ചാനൽ പ്രൊമോഷൻ സമയത്ത് പറഞ്ഞു, അതായത് എന്താണ് പുള്ളിക്കാരി ചെയ്യാത്തൊരു മോഡൽ വേഷമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് സംഭവം ശരിയാണ്, പുള്ളിക്കാരി ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു വേഷമാണ്, പുള്ളിക്കാരിക്ക് ഒരു വ്യത്യസ്തമായൊരു വേഷമാണ് കിട്ടിയേക്കുന്നത്. പുള്ളിക്കാരി നന്നായിട്ടുണ്ട്, സൗബിനും കുഴപ്പമില്ല. പിന്നെ ഓവറോൾ ഒരു ആവറേജ് പടം, നമുക്ക് വൺ ടൈം ഒന്ന് കണ്ടിരിക്കാം. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലൈഫ് ഉണ്ടല്ലോ, അതായത് നമ്മൾ കല്യാണം കഴിക്കുന്നതിന് മുന്നേ പ്രണയിച്ച് നടക്കുന്ന ലൈഫും കല്യാണം കഴിക്കുന്ന ടൈമിലുള്ള ലൈഫും രണ്ടും രണ്ടാണ്. റിയാലിറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും പടത്തിൽ പറയുന്നത്. അങ്ങനെ ഒരു പടമാണ്, നമുക്ക് ആവറേജ് വൺ ടൈം ഒന്ന് കണ്ടിരിക്കാം. അത് ഞാൻ കുഴപ്പമില്ല. എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് ഇവർ രണ്ടും തന്നെയാണ്, സൗബിനും നമിതയും. നമിതയ്ക്ക് സത്യം പറഞ്ഞാൽ പെർഫോം ചെയ്യാൻ കിട്ടിയേക്കുന്ന ഒരു പടമാണ്. അപ്പോൾ കൂടുതലും പുള്ളിക്കാരിയുടെ പടങ്ങളിൽ എന്താണ് ഒരു ടിപ്പിക്കൽ ഒരു മോഡൽ ഉണ്ടല്ലോ, അതിൽ നിന്ന് വ്യത്യസ്തമായി പുള്ളിക്കാരിക്ക് ഇതിൽ കുറച്ച് പെർഫോം ചെയ്യാനുണ്ട്. ഓവറാൾ നമുക്ക് വൺ ടൈം ഒന്ന് കണ്ടിരിക്കാവുന്ന ഒരു പടം, മോശമല്ലാത്തൊരു പടം. നല്ല പടം. പിന്നെ നമിത പ്രമോദിൻ്റെ തിരിച്ചുവരവ് ഗംഭീരമായിരിക്കും, അവർ നന്നായിട്ട് അഭിനയിക്കുന്നു. കണക്റ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ കുറവ് തന്നെയാണ്, പക്ഷേങ്കിൽ അവർ ആ ക്യാരക്ടർ അവർ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ശാന്തികൃഷ്ണ ഒരു വ്യത്യസ്തമായ ഒരു വേഷമാണ് ചെയ്തിരിക്കുന്നത്, അതും നന്നായിരിക്കുന്നു. ആർട്ടിസ്റ്റുകളെല്ലാം കൊള്ളാം. പിന്നെ ബോറാണ്, ഭയങ്കര ബോറാണ്, അത് പറയാതിരിക്കാൻ വയ്യ. കുഴപ്പമില്ല എന്നല്ലേ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്ലസ്സായിട്ട് തോന്നുന്ന ശാന്തികൃഷ്ണയും നമിത പ്രമോദിൻ്റെ ഈ ടൈപ്പ് ഒരു ക്യാരക്ടർ നന്നായിരിക്കും. അമ്മയും മകളുമായിട്ടാണ്, രണ്ടുപേരും നന്നായിരിക്കും, സൂപ്പറാണ്. ഫാമിലി മൂവി. കണ്ടിരിക്കാനുണ്ടോയെന്ന് ചോദിച്ചാൽ സെൻറ്റി മൂവി കുറച്ച് ശോകമാണ്, ചെറിയ ലാഗ് അടിക്കും പോലെ തോന്നും, പക്ഷെ കുഴപ്പമില്ല. ഇല്ല, കണക്റ്റ് ആവുമെന്ന് ചോദിച്ചാൽ ചിലവർക്ക് കണക്റ്റ് ആവാം. എടുത്തു പറയാൻ അങ്ങനെയൊന്നുമില്ല, നോർമൽ ഫാമിലി മൂവി കണ്ടുകൊണ്ടിരിക്കുക, അത്രയോ. ഫാമിലിക്ക് ഇഷ്ടപ്പെടും, പയ്യന്മാർക്ക് അങ്ങനെ ഇഷ്ടപ്പെടില്ല, കുറച്ച് ഉറക്കമൊക്കെ വരും, അങ്ങനെയാണ്. അല്ല, പടം വർക്കായില്ല. ഇല്ല, ഇമോഷണൽ കണക്ഷൻ ഒന്നും ഇല്ലായിരുന്നു, വർക്കായില്ല. അല്ല, എനിക്ക് വർക്കായില്ല, ബാക്കിയുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. പോസിറ്റീവൊന്നും തോന്നിയില്ല, കുഴപ്പമില്ല. അല്ല, എനിക്ക് കണക്റ്റ് ആയില്ല പേഴ്സണലി. അപ്പോൾ അത്ര എടുത്തു പറയത്തക്ക ഒന്നും തോന്നിയില്ല. അല്ല, എനിക്ക് പേഴ്സണലി അങ്ങനെ ഒന്നും തോന്നിയില്ല. ഫാമിലി സെന്റിമെന്റ് പടം തന്നെ, കുഴപ്പമില്ല, കൊള്ളാം. അഭിനയം കൊള്ളാം, എല്ലാവരും കൊള്ളാം. ധ്യാൻ സിനിമ ധ്യാനം കൊള്ളാം, കുഴപ്പമില്ല.